വെൽക്കം ടു നിഷൂസ് വേൾഡ് എ ന്യൂ എപ്പിസോഡ്. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയാമോ? കുവൈറ്റിലെ ഒരു ഡെസേർട്ടിലാണ്. ഇവിടെ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം കറക്റ്റ് ഈ മാസം ഫുൾ ഉണ്ട്. അതായത് ഹാല ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും. എവറി ഫ്രൈഡേ ആൻഡ് എവറി സാറ്റർഡേ 12 PM to 5 PM. ഓക്കെ, സോ വെൽക്കം ടു എവരി വൺ. അൽ ഫാർസി എന്നൊരു കമ്പനിയാണ് എല്ലാ വർഷവും ഈ കൈറ്റ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ സ്ഥലം വരുന്നത് ബിനേദർ എന്ന സ്ഥലമാണ്. അതായത് റോഡ് 40യോട് ചേർന്ന് 258 റോഡ് തുടങ്ങുന്നിടത്താണ്. നമുക്ക് റോഡ് 40 കൂടെ പോകുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. അവർ ഈ പട്ടങ്ങൾ പറപ്പിക്കാൻ ഒരു പ്രത്യേക ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് ബോർഡറായിട്ട് പല നിറത്തിലുള്ള കൊടികൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേണം നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ. അതിൽ ഇരുന്ന് നമുക്ക് കാണാം. പുറത്തിറങ്ങിയാൽ നല്ല കാറ്റാണ്. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിനായി ചില വാളണ്ടിയേഴ്സിനെ അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില കൈറ്റ്സ് പറപ്പിക്കാനുള്ള അവസരം അവർ തരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കും അങ്ങനൊരു അവസരം കിട്ടി. വളരെ ബുദ്ധിമുട്ടാണ് ഈ കാറ്റിനോട് കിടപിടിച്ച് അതിനെ നിയന്ത്രിക്കാനായി. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കും അതിൽ സഹകരിക്കാൻ സാധിച്ചു. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഒരു ചെറിയൊരു മിനി ട്രെയിൻ. അത് അവർ എയർ പമ്പ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുവാണ്. അതിനകത്ത് ഇച്ചിരി ചൂടാണ്. എന്നിരുന്നാൽ പോലും കുട്ടികൾക്ക് അതിനകത്ത് ഓടിക്കളിക്കുമ്പോൾ നമ്മൾ തെറിച്ചു പോകുന്ന ഒരു ഫീലിങ്സ് തോന്നും. അതിലൂടെ കളിക്കാൻ നിരവധി കുട്ടികൾ അവിടെ ക്യൂ തന്നെയാണ്. ഞങ്ങളും അതിനകത്ത് എൻജോയ് ചെയ്തു. മുതിർന്നവരും അവർ അതിനകത്തേക്ക് കയറ്റുന്നുണ്ട്. നല്ല രസമാണ്. അതിനിടയിലേക്ക് വന്ന ഒരു കൂട്ടം ദേശസ്നേഹികളാണ്. അവരെ ഹാല ഫെബ്രുവരി, അവരുടെ കുവൈറ്റിൻ്റെ സ്വാതന്ത്ര്യം അവർ ശരിക്കും ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ചെക്കന്മാർ കുറേ ബൈക്കിൽ കുറച്ച് അഭ്യാസ പ്രകടനമായിട്ട് വന്നു. അതും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. സോ ലെറ്റ്സ് വാച്ച് ദിസ്. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. നോ എൻട്രി ഫീസ്. ഓക്കെ, ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ചെറിയ ഫുഡ് കോർട്ടുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.